മറ്റു വാർത്തയിലേക്ക്. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച കോടതി തിരുവനന്തപുരം CJM കോടതിയാണ് ഉത്തരവിട്ടത്. ജസ്നയുടെ പിതാവിന്റെ ഹർജിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ജസ്നയുടെ പിതാവ് ജസ്ന ജീവിച്ചിരിപ്പില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞിരുന്നു. എന്താണ് മകൾക്ക് സംഭവിച്ചത് എന്ന് അറിയാനാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ. എന്ത് സംഭവിച്ചു എന്നതിൽ ഒരു വ്യക്തതയില്ല. സമാന്തര അന്വേഷണം നടത്തിയെന്നതടക്കമുള്ള വാദമുഖങ്ങളൊക്കെ തന്നെ കോടതിയിൽ ഉയർത്തിയിരുന്നു ജസ്നയുടെ പിതാവ്. ഇപ്പോഴിതാ തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. എങ്ങനെയാണ് വാർത്തയുടെ വിവരങ്ങൾ? ഇപ്പോൾ ജസ്ന തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോടതി. തിരുവനന്തപുരം CJM കോടതിയാണ് ഈ ഉത്തരവിട്ടിരിക്കുന്നത്. ജസ്നയുടെ പിതാവിന്റെ നടപടി നേരത്തെ തന്നെ തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ജസ്നയുടെ പിതാവ് ഈ കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയുടെ അടിസ്ഥാനത്തിൽ പല രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. CBI കോടതിയെ അറിയിച്ചിരുന്നത് ജസ്നയെ കണ്ടെത്താനുള്ള ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്നും കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണെന്നാണ് പറഞ്ഞിരുന്നത്. അതേസമയം ജസ്ന കൊല്ലപ്പെട്ടുവെന്നും ആദ്യം സൂചിപ്പിച്ചെന്ന പിതാവ് പിന്നീട് ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്നും പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ജസ്നയെ കാണാതെ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ തെളിവുകൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു. ഈ തെളിവുകൾ അദ്ദേഹം സീൽ വെച്ച കവർ കോടതിയിൽ നൽകിയിരുന്നു. അതിനുശേഷമാണ് CBIയോട് ഇപ്പോൾ പിതാവ് നൽകിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. CBI ഏതായാലും ഈ കേസിൽ തുടരന്വേഷണം നടത്തണമെന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് കോടതി മുന്നോട്ട് പോയിരിക്കുന്നത്. അതായത് ജസ്നയുടെ ഒരു രഹസ്യമായ ഒരു സുഹൃത്തിനെ കുറിച്ച് പിതാവ് പറഞ്ഞിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള തെളിവുകൾ ഉൾപ്പെടുത്തിയ രേഖയാണ് അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ചത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഏതായാലും ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് പുനരാരംഭിക്കാൻ CBIക്ക് ഉത്തരവുള്ളത്. ഏതായാലും CBI കേസ് പുനരാരംഭിക്കാൻ തന്നെയാണ് തീരുമാനം. അതിനുള്ള നടപടികളാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പല വഴികളിലൂടെ ജസ്ന എവിടെ പോയെന്ന് പല അന്വേഷണങ്ങളും നടത്തി പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തുടരന്വേഷണം എന്നൊരു കാര്യത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ എവിടെ വച്ചായിരിക്കും, എവിടെ നിന്ന് തുടങ്ങണമെന്നാണ് ഒരു CBIയുടെ ഒരു നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് CBIക്ക് ഏത് തരത്തിൽ ആരംഭിക്കണമെന്നുള്ള ഒരു നിലപാട് ഉണ്ടായിട്ടില്ല. നേരത്തെ തന്നെ ഈ കേസ് ക്ലോസ് ചെയ്ത ഒരു സാഹചര്യമാണ് CBIയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനെ പുനരാരംഭിക്കണമെന്നുള്ള ആവശ്യമാണ് ജസ്നയുടെ പിതാവ് കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ഈ കാര്യത്തിൽ ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ തെളിവില്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേസ് അനിശ്ചിതത്വത്തിലാണ് എന്നാണ് CBI അറിയിച്ചിട്ടുള്ളത്. ഏതായാലും കേസ് അവസാനിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു ഇന്ന് കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ CBIയുടെ ആവശ്യം. എന്നാൽ പിതാവ് ജെയിംസ് ഇതിനെതിരെ കോടതിയെ പലതവണ സമീപിക്കുകയും തെളിവുകൾ കൈവശമുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജസ്നയുടെ തെളിവുകൾ ഹാജരാക്കാമെന്ന് അറിയിച്ചത്. ഈ തെളിവ് ഹാജരാക്കുകയാണെങ്കിൽ പുനരന്വേഷണത്തിന് നടപടിയെടുക്കുമെന്ന് കോടതി അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജസ്നയ്ക്ക് രഹസ്യമായ ഒരു സുഹൃത്തുണ്ടെന്നും ഈ സുഹൃത്തുമായി ബന്ധപ്പെട്ട തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ജസ്നയുടെ പിതാവ് അറിയിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെളിവ് ലഭിക്കുന്ന മുഖേന കേസ് പരിഗണിക്കുമെന്ന് തന്നെയാണ് ഈ കേസ് പുനരാരംഭിക്കാൻ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് കോടതി അറിയിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് പുനരാരംഭിക്കാൻ CBIക്ക് കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത്. തുടരന്വേഷണം കോടതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. തിരുവനന്തപുരം CJM കോടതിയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. തുടരന്വേഷണത്തിന് ജസ്നയുടെ പിതാവ് നൽകിയ ഹർജിയിലാണ് നടപടി. പിതാവിന്റെ സമാന്തര അന്വേഷണത്തിൽ തെളിഞ്ഞ ഒരു അജ്ഞാത സുഹൃത്ത്, അതിലേക്ക് തന്നെയായിരിക്കാം CBI സംഘം അന്വേഷണം വ്യാപിപ്പിക്കുക. വാർത്തയുടെ വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്.